ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു വണ്ടി നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ ഏറ്റവും പെട്ടെന്ന് മൂവ് ആക്കാം. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഒരു സിഗ്നലൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വണ്ടി മൂവ് ആക്കേണ്ടി വരും. അത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ പോയി വണ്ടിയായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ടുള്ള സിഗ്നൽ തെളിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കും ഒന്നെങ്കിൽ വണ്ടി എടുക്കാനായിട്ട്. ഇനി വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ടുള്ള ഒരു വെപ്രാളത്തിൽ വണ്ടി എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. എന്നാൽ നമുക്കൊരു വണ്ടി പെട്ടെന്ന് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനർ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് എടുക്കാനായിട്ടുള്ള ട്രിക്കുകളും ടിപ്സുകളും ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനെ ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കാം. അതിനുശേഷം വണ്ടി എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അതിനു വേണ്ടി ഇത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ലൈൻ കൊടുക്കുകയാണ്. ഒരു വരയിടുന്നു, നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ഒരു വരയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഫുൾ ക്ലച്ചാണ്. ഓക്കെ, ഇത് ഫുൾ ക്ലച്ച്. ഇത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുന്നത്, അതായത് ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലയച്ച് വന്നിട്ട് പൂർണ്ണമായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന ആ ഒരു ഭാഗം. ഈ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചാണ്. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയച്ചയച്ച് വണ്ടി മൂവ് ആകുന്ന ആ ഒരു പൊസിഷൻ, ഹാഫ് ക്ലച്ച്, ആ ഒരു പോയിൻ്റാണ് ഇത്. നമ്മളൊരു വണ്ടി മൂവ് ആക്കുന്ന ടൈമിൽ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ എത്തിയിട്ട് പിന്നീട് നമ്മളിത് ഇവിടുന്ന് ഏറ്റവും പതിയെ കാലയക്കുമ്പോഴാണ് നമ്മുടെ ഒരു വണ്ടിയെ മൂവ് ആക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പല ആൾക്കാരും ഫസ്റ്റ് ഗിയറിൽ വണ്ടി പെട്ടെന്ന് എടുക്കേണ്ട സിറ്റുവേഷനിൽ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. ആ ഒരു സമയത്ത് ചെറുതായിട്ട് ആക്സിലേഷനും കൂടെ കൊടുക്കും. അപ്പോൾ ഒറ്റയടിക്ക് കാലെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. കാരണം ഈ ഒരു പ്രോപ്പർ പോയിന്റിൽ നിന്ന് നമ്മൾ ഒറ്റയടിക്ക് കാലയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പോയിന്റും കഴിഞ്ഞ് ഏകദേശം ഒരു കുറച്ചും കൂടെ കാലിത് അയച്ചു തുടങ്ങുന്നത്. ഏകദേശം ഈ ഒരു പോയിന്റ് വരുമ്പോഴാണ് നമ്മുടെ വണ്ടി ഒന്ന് റൺ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റും കഴിഞ്ഞ് കുറച്ചും കൂടെ കാലയക്കുമ്പോഴാണ് വണ്ടി റൺ ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഈ റൺ ചെയ്ത് തുടങ്ങുന്ന പോയിന്റിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആക്സിലേഷൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കണം. ഒരുപാടല്ല, കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ആക്സിലേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയെ നമുക്ക് വേഗത്തിൽ മൂവ് ആക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് പല ആൾക്കാർക്കും വണ്ടി ഓഫായി പോകുന്നത് ഈ പോയിന്റിൽ എത്തിയതിന് ശേഷം കുറച്ചും കൂടെ വേഗത്തിൽ കാലയക്കും. അതായത് ഏകദേശം ഈ ഒരു പോയിന്റിലൊക്കെ എത്തുന്ന രീതിയിൽ പെട്ടെന്ന് കാലയക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. കാരണം ഏകദേശം ഈ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ നടുക്ക് റിലീസ് ചെയ്ത പോയിന്റിൽ നിന്ന് വീണ്ടും ഒരുപാട് കാലയച്ചിട്ടായിരിക്കും നമ്മൾ ആക്സിലേഷൻ കൊടുക്കുന്നത്. അപ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് കൃത്യമായിട്ടുള്ള ഈ ഒരു പോയിന്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം? പതിയെ നിങ്ങൾ കാലയച്ചിട്ട് ഏകദേശം ഈ ഒരു ലെവൽ, അതായത് പതിയെ കാലയച്ചിട്ട് വരുമ്പോൾ ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ ഒപ്പം നമ്മൾ ആക്സിലേഷൻ കൂടെ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വണ്ടിയെ നമുക്ക് വേഗത്തിലെടുക്കാനായിട്ട് കഴിയും. അത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങളെ ഞാൻ വരച്ച് തന്ന ആ ഒരു മെത്തേഡ് ഇപ്പോൾ വണ്ടി ഓടിച്ച് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. നമ്മളിത് രണ്ട് രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്ന്, നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ എടുക്കുന്ന സമയത്ത് ഒരു നിരപ്പ് റോഡിലാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിലെടുക്കാം. എന്നാൽ ചെറിയ സ്ലോപ്പോട് കൂടിയ ഒരു ട്രാഫിക്കിലാണെങ്കിൽ, അതായത് ചെറിയൊരു കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഏറ്റവും ആദ്യം ഒരു സ്ലോപ്പിലുള്ള ഒരു ട്രാഫിക്കിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടിയെ വളരെ വേഗത്തിൽ മുന്നോട്ട് എടുക്കാം എന്നുള്ളത് നോക്കാം. അതിനുശേഷം ഒരു നിരപ്പത്തെടുക്കുന്നതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തൊട്ട് ചേർന്ന് കിടക്കുന്ന തേർഡ് ഗിയറിലേക്ക് വീഴരുത്. തേർഡ് ഗിയർ ഇട്ടിട്ട് നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് നീങ്ങത്തില്ല. അതുകൊണ്ട് ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ ഒരു സ്ലോപ്പിലാണെങ്കിൽ നിങ്ങളുടെ വണ്ടി കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ ബ്രേക്ക് പെഡലേ കാല് വെച്ചേക്കുക. ബ്രേക്ക് എന്ന കാലയക്കരുത്. അതിനുശേഷം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ക്ലച്ചിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു. ഞാൻ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുന്നു. ഇപ്പോൾ ഏകദേശം വണ്ടി ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലെത്തി. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ട്.
നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് കേൾക്കാമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കി നമ്മുടെ മിറർ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത്. ഇനി ഇവിടുന്ന് ഞാൻ കാല് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താവും? വണ്ടി ഓഫായി പോകും. അത് ഞാൻ ആ ഒരു പടത്തിൽ നിങ്ങളെ വരച്ച് കാണിച്ചായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഏറ്റവും പതിയെ കാലയക്കുക, അതായത് ക്ലച്ചിൽ നിന്ന് അയക്കുക. ആ സെയിം ടൈമിൽ നമ്മൾ ആക്സിലേഷൻ കൊടുക്കണം. നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുന്നു. ഓക്കെ, ഇത് ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് പൂർണ്ണമായിട്ടും എടുത്തു. ആക്സിലേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. നിങ്ങൾ നോക്കുക. അതിനുശേഷം ഞാനിവിടെ ആക്സിലേഷൻ ആദ്യം ചെറുതായിട്ടൊന്ന് മുന്നോട്ട് കൊടുക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, ചെറുതായിട്ട് ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ഇനി ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വീണ്ടും പതിയെ കാലയക്കുകയാണ്. ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ആക്സിലേഷൻ തീർത്തും കൊടുക്കാതിരിക്കരുത്, എന്നാൽ ഒരുപാട് കൂടുതലും കൊടുക്കരുത്. ദേ ഞാൻ ലൈറ്റായിട്ടുള്ള ആക്സിലേഷൻ മുന്നോട്ട് കൊടുക്കുന്നു. ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പെട്ടെന്ന് എടുക്കുന്നു. ദേ കണ്ടില്ലേ, നമുക്ക് ഈസി ആയിട്ട് കയറ്റുന്ന വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ കൃത്യമായിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നമ്മളുടെ കാല് വരിക. വണ്ടി മൂവ് ആക്കുന്ന ടൈമിൽ ആക്സിലേഷൻ ലൈറ്റായിട്ട് മുന്നോട്ട് കൊടുത്തിട്ട് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചാൽ മതി. അപ്പം നമുക്കൊരു വണ്ടിയെ പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിൽ മൂവ് ആക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാനിത് നിരപ്പത്തെടുത്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രോപ്പറായിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുന്നു. ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചിട്ട് ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നു. കണ്ടില്ലേ? അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് പല ആൾക്കാരും ഫസ്റ്റ് ഗിയർ കൊടുത്ത ഒരു ബ്ലോക്കിൽ എടുക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ ലേറ്റ് ആവും, വണ്ടി എടുക്കാനായിട്ട് ലേറ്റ് ആവും. അല്ലെങ്കിൽ സംഭവിക്കുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫായി പോകും. അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ക്ലച്ചിൽ നിന്ന് ഇവിടെ ആക്സിലേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊടുക്കും, ചെറുതായിട്ട് കൊടുക്കും. എന്നിട്ട് ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് കാലെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? വണ്ടി എഞ്ചിനടിച്ച് ഓഫായി പോകും. ഓക്കെ, ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ്, ഒന്നെങ്കിൽ എടുക്കുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും. ലേറ്റ് ആകുന്ന എന്താണ്? ഇങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി പിടിക്കും. സാവധാനത്തിൽ പതിയെ 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 ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ പുറകിൽ വണ്ടി ഉണ്ടാവും. പുറകിലുള്ള വണ്ടികൾ ഹോൺ അടിക്കും. അപ്പോൾ അതും നമ്മൾ ഒരു കാരണവശാലും ട്രാഫിക്കിൽ ചെയ്യാൻ പാടില്ല. ട്രാഫിക്കിൽ വണ്ടി എടുക്കുമ്പോൾ ക്വിക്കായിട്ട് എടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കുക. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ കൃത്യമായിട്ട് ഫുൾ ക്ലച്ചിൽ ഇങ്ങനെ വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് പെട്ടെന്ന് മനസ്സിലാക്കുക. ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. ആക്സിലേഷൻ കുറച്ച് മുന്നോട്ട് കൊടുത്ത് പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാലയക്കാം. അതെ, അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് തന്നെ വണ്ടി എടുക്കാം. വീണ്ടും വണ്ടി ഒന്ന് നിർത്തിയിട്ട് എടുക്കാം. ഇതേ ഞാനിവിടെ നിർത്തി. പെട്ടെന്നൊരു സിഗ്നൽ ലൈറ്റ് വന്നു. സിഗ്നൽ ലൈറ്റ് ഓണായി. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ആക്സിലേഷൻ കൊടുത്തിട്ട് വണ്ടി എടുത്തു. വീണ്ടും വണ്ടി നിർത്തണം. ഇതേ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ വണ്ടി നിർത്തി. വീണ്ടും വണ്ടി എടുക്കുകയാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. ആക്സിലേഷൻ കൊടുത്ത് ഇതേ എടുത്തു. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോഴൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.